നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് പ്രവാസികൾ നാടണയുന്നത്. പലരും കൊറോണ വിധിച്ച ദുരിതത്തിന്റെ കാതങ്ങൾ താണ്ടിയാണ് നാട്ടിലേക്ക് എത്തിയത്. അവരിലേറെ ശ്രദ്ധ നേടിയത് തിരുവനന്തപുരം സ്വദേശികളായ ഇരട്ട സഹോദരങ്ങളാണ്. ഇരട്ട സഹോദരങ്ങളെ ആരും മറക്കില്ല. ഏതാണ്ട് 35 മണിക്കൂർ കൊണ്ട് നാട്ടിലെത്തേണ്ട ജാക്സണും ബെൻസണും നാട്ടിലെത്തിയത് 1364 മണിക്കൂർ കൊണ്ട്. അതായത് ഏകദേശം 1.5 ദിവസം കൊണ്ട് തീരേണ്ട യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തിയത് 57ാമത്തെ ദിനത്തിൽ. കോവിഡ് ബാധിച്ചില്ലെങ്കിലും അതിന്റെ ദുരിത വഴികൾ ഏറെ താണ്ടിയാണ് തിരുവനന്തപുരം പുതിയതുറ ലവ്ലി ലാൻഡിലെ ഈ ഇരട്ട സഹോദരങ്ങൾ വീടണഞ്ഞത്. ദുരിതങ്ങൾ താണ്ടിയാണെങ്കിലും മറ്റുള്ളവർക്ക് നാട് സ്വപ്നം മാത്രമാകുമ്പോൾ ഇവിടെ എത്തിച്ചേരാനായത് ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. എത്രയോ പേരുടെ പ്രാർത്ഥനകളും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും കൊണ്ടാണ് ഇരുവർക്കും സുരക്ഷിതരായി വീടെത്താനായത് എന്നത് കോവിഡ് കാലത്തെ മനുഷ്യത്വത്തിന്റെ നേർചിത്രമാവുകയാണ്. പോർച്ചുഗലിലെ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരായ ഇരുവരും ലിസ്ബണിൽ നിന്ന് മാർച്ച് 18 ഉച്ചയ്ക്ക് 12 യാത്ര പുറപ്പെട്ടത്. ദുബായിൽ 19 പുലർച്ചെ എത്തുകയും ചെയ്തു. വൈകിട്ടുള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ പുറപ്പെട്ട് തിരുവനന്തപുരത്ത് രാത്രി 11 എത്തേണ്ടതാണ്. പക്ഷേ ഇവിടെ തുടങ്ങി കോവിഡ് കാല ദുരിതങ്ങൾ. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വിമാന കമ്പനി സമ്മതിച്ചുമില്ല. ഇന്ത്യയുടെ ലോക്ക്ഡൌൺ പ്രഖ്യാപനവും അങ്ങനെ എത്തിച്ചേർന്നു. 2 ആഴ്ചയോളം വിമാനത്താവളത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. തുടർന്ന് നല്ലവരായ ആളുകളും മാധ്യമങ്ങളും വിഷയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റും ഇടപെടുകയും ചെയ്തു. അങ്ങനെ വിമാന കമ്പനി തന്നെ സമീപത്തെ ഹോട്ടലിലാക്കി. അവിടെ 3 ആഴ്ചയിലധികം കഴിഞ്ഞു. അനിശ്ചിതത്വത്തിനൊടുവിൽ മെയ് 7 യു.എയിൽ നിന്നുള്ള ആദ്യ വിമാനം പുറപ്പെട്ടപ്പോൾ കരിപ്പൂരിലേക്ക് ഇരുവരും യാത്രയായി. അവിടെ കാളികാവ് അൽസബ ആശുപത്രിയിൽ 7 ദിവസത്തോളം നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ കോവിഡിൽ നിന്ന് തെളിഞ്ഞതോടെ 13 KSRTC ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയെങ്കിലും ഇരുവരും വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. വിമാനത്താവളത്തിൽ നിന്ന് വന്ന എല്ലാവർക്കുമൊപ്പം വീട്ടിലേക്ക് പോയാൽ കോവിഡ് ബാധ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുകയാണ് ഇവർ ചെയ്തത്. തന്നെയുമല്ല, വീട്ടിലെത്തി മാതാപിതാക്കൾക്ക് കൂടി ബാധിച്ചാൽ അത് വളരെ ഗുരുതര പ്രശ്നമാകുമെന്നും ഇവർ കരുതി. തുടർന്ന് വീണ്ടും ഷാർജയിലെ സുരേഷ് കൃഷ്ണ വഴി ഫറൂഖ് നഗരസഭാ അധ്യക്ഷ കമർലയിലുമായി ബന്ധപ്പെടുകയാണ് ഇവർ ചെയ്തത്. അവർ ഇടപെട്ട് തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് ഒരുങ്ങുകയാണ്. ആംബുലൻസ് ഒരുങ്ങി 13 പാതിരാത്രിയിൽ പുറപ്പെട്ട് 14 രാവിലെ 8:30 വീട്ടിലെത്തി ക്വാറന്റൈനിൽ കഴിഞ്ഞു. ഇനിയും പുറത്തിറങ്ങാൻ 14 ദിവസം കഴിയണോ അതോ 7 ദിവസം മതിയോ എന്ന് ഇവർക്കും നിശ്ചയമില്ല. അധികൃതരും വിവരം അറിയിക്കാമെന്ന് മാത്രം പറഞ്ഞിരിക്കുകയാണ്. പിതാവ് ആൻഡ്രൂസിന്റെയും അമ്മ മുത്തമ്മയുടെയും തൊട്ടരികെ എത്താനായതിന്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് ഇരുവരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.